റിപ്പോർട്ടർ ബ്രേക്കിംഗ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുതിർന്ന നേതാക്കളെ മത്സരിപ്പിച്ചേക്കും എന്നാണ് സൂചന. മുല്ലപ്പള്ളി രാമചന്ദ്രൻ, VM സുധീരൻ എന്നിവരെ മത്സരിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയുന്നത്. ആലോചനകളാണ്. VM സുധീരനെ അരുവിക്കരയോ കഴക്കൂട്ടത്തോ മത്സരിപ്പിക്കാനാണ് നീക്കം. മുല്ലപ്പള്ളി രാമചന്ദ്രനെ നാദാപുരത്ത് സ്ഥാനാർത്ഥിയാക്കാമോ എന്നും പരിശോധിക്കുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ K സുധാകരന് മാത്രം ഇളവ് നൽകിയേക്കും എന്നറിയുന്നു MP മാരിൽ. റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷി, വെരി ഗുഡ് മോർണിംഗ്. ഇതൊക്കെ പ്രാഥമിക ഘട്ടത്തിലെ ആലോചനകളാണ്. പക്ഷേ പല രീതിയിലാണ് കോൺഗ്രസ് നേതാക്കളുടെ ആലോചനകൾ പോകുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് സർവ്വസജ്ജമായിട്ട് ഇറങ്ങുമ്പോൾ എല്ലാ സാധ്യതകളും ഉപയോഗിക്കും. 140 മണ്ഡലങ്ങളിലും UDFന് സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ കോൺഗ്രസിന് വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. അതാണ് കോൺഗ്രസ് നേരിടുന്ന പ്രശ്നം. ഒരു 25 or 30 കഴിഞ്ഞാൽ പിന്നെ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തണമെങ്കിൽ ഒന്നുകിൽ MP മാരിൽ നിന്ന് അവരെ വിളിക്കണം, അതല്ലെങ്കിൽ മുതിർന്ന നേതാക്കളെ രംഗത്തിറക്കണം. ഇപ്പോൾ എന്താണ് പ്രാഥമിക തലത്തിലെ ആലോചനകൾ പ്രാഥമിക ഘട്ടത്തിൽ? അരുൺകുമാർ, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമാണ്. ഈ സാഹചര്യത്തിലാണ് പരമാവധി സീറ്റുകളിൽ വിജയമുറപ്പിക്കാൻ വേണ്ടി ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുള്ള ആലോചന. അത് വളരെ നേരത്തെ തന്നെ തുടങ്ങുന്നു. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവുമാണ്. മാസങ്ങൾക്ക് മുമ്പ് നിയമസഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കാനുള്ള തീരുമാനം നേരത്തെ തന്നെ കോൺഗ്രസ് നേതൃത്വം എടുത്തു. അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള ചർച്ചകളും ആലോചനകളും പാർട്ടിയിൽ അനൗദ്യോഗികമായി നടക്കുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ, മുൻ KPCC അധ്യക്ഷന്മാരെ അടക്കം അവർ പലരും മത്സരത്തിന് സന്നദ്ധരല്ല, എന്നാൽ പോലും അവരെ മത്സരത്തിന് ഇറക്കണമെന്ന ആലോചന, അത്തരത്തിലുള്ള ചർച്ചകൾ അനൗദ്യോഗികമായി തന്നെ സജീവമായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുൻ KPCC അധ്യക്ഷനായ VM സുധീരനാണ്. VM സുധീരനെ തിരുവനന്തപുരം ജില്ലയിലെ ഏതെങ്കിലും ഒരു നിയോജക മണ്ഡലത്തിൽ മത്സരിപ്പിച്ച് ആ മണ്ഡലം പിടിച്ചെടുക്കാനുള്ള ഒരു നീക്കമാണ് കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുന്നത്. മറ്റൊന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ്. നാദാപുരം മണ്ഡലത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനെ മത്സരിപ്പിച്ച മണ്ഡലം പിടിച്ചെടുക്കാനുള്ള ശ്രമം. കാരണം പലതവണ പ്രധാനപ്പെട്ട നേതാക്കൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിട്ടും മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. സമാനമായി തന്നെ തിരുവനന്തപുരത്ത് കഴക്കൂട്ടമോ അരുവിക്കരയോ അടക്കം നഷ്ടമായ മണ്ഡലങ്ങളാണ്. ആ മണ്ഡലങ്ങൾ തിരിച്ചുപിടിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നേതൃത്വം. അങ്ങനെ പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കളെയൊക്കെ കളത്തിലിറക്കിയുള്ള വലിയ പോരാട്ടത്തിനാണ് കോൺഗ്രസ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തയ്യാറെടുക്കുന്നത്. ഒപ്പം MP മാർ പലരും മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. MP മാർ മത്സരിച്ചാൽ ആ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് ആത്മവിശ്വാസമുണ്ടെങ്കിലും ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അവിടെ വെല്ലുവിളിയാകുമോ എന്ന ആശങ്കയാണ് അലട്ടുന്നത്. അതുകൊണ്ട് ഒരുപക്ഷേ കോൺഗ്രസ് ഹൈക്കമാൻഡ് MP മാർക്ക് മത്സരിക്കാനുള്ള അനുവാദം നൽകില്ല. പക്ഷേ മുൻ KPCC അധ്യക്ഷൻ എന്ന നിലയിൽ K സുധാകരന് മത്സരിക്കാൻ അനുവാദം നൽകിയേക്കും എന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷേ കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിലാകും K സുധാകരൻ ജനവിധി തേടുക. ഈ തവണ അത്രയേറെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പായി തന്നെ കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നു. സ്ഥാനാർത്ഥി നിർണയവും വിജയസാധ്യത മാത്രമായിരിക്കും മാനദണ്ഡമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്.